എന്തത്? പീച്ചേ മൂടാണ് മേം സാബ്. പോവാണ്. എങ്ങട്? തോട്ടത്തിൽ എന്റെ പഴയ ഷെഡ് ഇപ്പോഴും ഉണ്ട്. പഴയ ഷെഡ്. ഇത്ര പെട്ടെന്ന്? പെട്ടെന്ന് ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പണി പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിലും വിട്ടുപോകാൻ ഒരു മടി. മോഹിച്ചുണ്ടാക്കിയതാണല്ലോ. അതെ, വല്ലാതെ മോഹിച്ചു. നടക്കില്ല. മേം സാബിന് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. ലാൻസ് നായിക് മൂന്തൻ മേനോന് ഒരു സ്മാരകം. മൂന്തൻ മേനോന് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരാം. വേണ്ട മേം സാബ്, കടം വേണ്ട. അതൊരു ടെൻഷനാണ്. പറവകൾ കടം വാങ്ങാറില്ല. കടമായിട്ട് കാണണ്ട. പിന്നെ ഭിക്ഷയോ? പട്ടിണി കിടന്ന കാലത്ത് ഭിക്ഷ മേടിച്ചിട്ടില്ല, പിന്നാണോ ഇപ്പോ? ഭിക്ഷയായിട്ടേ കാണാൻ പറ്റൂ. അല്ലാതെ ഒരാൾ ഇഷ്ടത്തോടെ തന്നാൽ. ഈ ഭ്രാന്തനെ കളിയാക്കണം. ഭ്രാന്തനോ? അനാവശ്യം പറയരുത്. ഇഷ്ടം കൊണ്ട് തന്നെയാ. ഇഷ്ടം കൊണ്ട്. ലോകത്തിൽ ഒരാളിത് പറഞ്ഞു കേട്ടല്ലോ. താങ്ക് യു മേം സാബ്, താങ്ക് യു. ഒരിക്കൽ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ വട്ടന്മാരാണെന്ന്. എനിക്കും ഉണ്ടായിരുന്നല്ലോ വട്ട്. ആ, ഉണ്ടായിരുന്നോ? അപ്പൊ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ എന്തോ അങ്ങനെ തോന്നണില്ല. ഒറ്റയ്ക്കല്ലല്ലോ, അപ്പുറത്ത് എന്നെ പോലെ തന്നെ ഒരാളുണ്ടല്ലോ. മേം സാബ് വല്ലാതെ മാറിയിരിക്കുന്നു. അരുത്, മുഖം മൂടികളൊന്നും മാറ്റരുത്. മാറ്റിയാൽ കരയാനേ സമയം കാണും. ഞാൻ വല്ലാതെ മാറിപ്പോയി. മാറ്റിയെടുത്തു. പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കുമോ? സോറി മേം സാബ്, സോറി. അനുസരണ തീരെ ഇല്ലാത്തവനാണ്. പോണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. വെറുതെ വേണ്ടാത്തതൊക്കെ പ്രശ്നം. ആ, ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആരെയും പേടിച്ചിട്ട് പോവല്ല. ഒന്നും വേണ്ട. ക്ഷമ കുറവാണ്. ഞങ്ങൾ പട്ടാളക്കാർ പറയും, കൂടുതൽ തന്ത്രപ്രധാനമായ ഭാഗത്തേക്ക് പിന്മാറിയെന്ന്. പിന്മാറുകയാണ്. മേം സാബ് സന്തോഷമായിരിക്കണമെന്ന് ആശയുണ്ട്. അരുത് മേം സാബ്, കണ്ണീര് കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ, ഉണ്ണിയാർച്ച കരയേ. ഉണ്ണിയാർച്ച തന്നെയാണ് നല്ലത്. അതെ, അത് തന്നെ ആയാ മതി. ഈറ്റപ്പുലിയെ പോലെ ചീറ്റണം, അതൊരു രസമാ. ഗുഡ് ബൈ മേം സാബ്, ഗുഡ് ബൈ.